ഹസ്തമയമെത്തുവാൻ കാലമായി പശ്ചാത്തലത്തിൽ എഴുതിയ കുറച്ച് കവിതകളുടെ ഒരു സമാഹാരം കഴിഞ്ഞ നമ്മുടെ വള്ളം കളിക്ക് 2 വർഷത്തിന് മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. അന്നത്തെ MD ഇപ്പോഴത്തെ MD കൂടിയായ കൊടിക്കുന്നിൽ സുരേഷാണ് അന്ന് അതങ്ങനെയായ MD ആണ് അത് പ്രകാശനം നിർവഹിച്ചത്. ഇപ്പൊ മറ്റൊരു കൃതിയുടെ കിശോരരാമായണം എന്ന് പറയുന്ന ഒരു കൃതിയുടെ രചന ഏതാണ്ട് പൂർത്തിയായി. അങ്ങനെ 3ാമത്തെ പുസ്തകവും പുറത്തു വരാൻ പോവുകയാണ്. അപ്പൊ ഒരു കവിതയെ അറിയുമ്പോൾ കവിയെ നിങ്ങളുടെ മുമ്പിൽ മണ്ഡലത്തിലുകാരുടെ മുമ്പിൽ രതീശ്വരൻ സാറിനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകത ഇല്ലെങ്കിൽ പോലും ഒരു ചെറുതായി ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ ആ വ്യക്തി വലിയ ചെറുതായെന്ന് 2-3 വാചകങ്ങളിലൊന്ന് അവതരിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പട്ടണത്തിൽ കാണാൻ തോന്നുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം, അന്നത്തെ ഇവിടുത്തെ എല്ലാ പോരായ്മകളും ഒക്കെ സഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇരുമ്പരങ്ങാട് നിന്ന് TCC പഠനമൊക്കെ കഴിഞ്ഞ് സർക്കാർ സർവീസിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നത് നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്തെ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. PV ജോസ് അവർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബഹുമാനപ്പെട്ട ശ്രീ ബഹുമാന്യനായ മുളവന രാധാകൃഷ്ണൻ, ബഹുമാന്യ ശ്രീ പുലിപ്പുഴ KN ഡൊമിനിക്, മറ്റ് ആദരണീയനായ മെമ്പർമാരെ, സ്നേഹമുള്ളവരെ, നമ്മുടെ ശ്രീനിലയം രതീശ സാറിന്റെ കുഞ്ഞരുവിയും ചെറുതല്ലലും എന്ന ബാല കവിതാ സമാഹാരത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. അതിന് മുന്നോടിയായി നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കവിയരങ്ങ് ആസ്വദിക്കുവാൻ നമുക്ക് പല പ്രശസ്ത കവിമാരുടെയും കവിയരങ്ങ് നമുക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞു. നമുക്കെല്ലാവരും വ്യത്യസ്തവും സന്തോഷപ്രദവുമായ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അധ്യക്ഷരാകാനും അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം എനിക്ക്. അതായത് സാഹിത്യ സൃഷ്ടികളെല്ലാം തന്നെ നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുകയും അതുവഴി ഉണ്ടാകുന്ന തിരിച്ചറിവുകൾ സമൂഹ നന്മയ്ക്ക് ഉപകാരപ്രദമാകുന്നതുമാണ്. നന്മകളാൽ സമൃദ്ധമായ നമ്മുടെ ഈ നാടിന്റെ ആകുലങ്ങളും ദുഃഖങ്ങളും ആഘോഷങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കുവാനും എല്ലാവർക്കും മനസ്സിലാക്കുന്ന ലളിതമായ ശൈലിയെ ആവിഷ്കരിച്ച് ചെറിയ കവിതകളിലൂടെ ഒരു സമാഹാരമായി നമ്മുടെ തുരുത്തിന്റെ കവിയായ ശ്രീ രതീശ സാറിന് എന്റെ നൊമ്പരത്തുരുത്ത് എന്ന സമാഹാരം അധ്യാപക ജീവിതത്തിന് ശേഷമുള്ള ശിഷ്ടകാലം സാഹിത്യ സമ്പന്നമായി മാറ്റി മലയാള ഭാഷയും സാഹിത്യത്തിനും അതിലൂടെ നമുക്ക് എല്ലാവർക്കും വെളിച്ചമായി മാറുന്ന സാറിന്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഇന്നിവിടെ പ്രകാശം ചെയ്യുന്ന കുഞ്ഞരിയും തെന്നരി എന്ന ഈ കവിതാ സമാഹാരത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നതിനോടൊപ്പം ഗുരുവിന്റെ ഗുരുനാഥന്റെ മുൻപോട്ടുള്ള ജീവിതവും സാഹിത്യ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നൽകുന്നുകൊണ്ട് നിർത്തുന്നു.
ഒരു 80-കാരൻ 8 വയസ്സുകാരപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ കവിതയാണ്, കവിതയുടെ സമാഹാരമാണ് ഇവിടെ പ്രമുഖമായി ഇട്ടത്. ഗോപൻ സാറ് ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം അത് നിർവഹിച്ചു കഴിഞ്ഞു. അദ്ദേഹം നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ആദരണീയനായ ഡോക്ടർ പി കെ ഗോപൻ അവരുടെ ക്ഷണിക്കുന്നു. മിനി സൂര്യകുമാർ, സ്വാഗത അസോസിയേഷൻ കന്നഡ ജോസ്, ഇന്നത്തെ നമ്മുടെ താരവും പുസ്തക രചയിതാവുമായിട്ടുള്ള വളരെ പ്രിയപ്പെട്ട ശ്രീ രതീശൻ സാർ. രതീശൻ സാറിൻ്റെ സാഹിത്യ പ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ അല്പം പരിചയമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. മാത്രമല്ല എല്ലാ കവിതകളിലേക്കും കടന്നു ചെന്നില്ലെങ്കിലും ചില കവിതകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജോസ് സാറിവിടെ അതിൻ്റെ ഒരു സാന്നിധ്യം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ ചുരുക്കം ബാലസാഹിത്യകാരന്മാർ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കവിതാ പാരമ്പര്യത്തിൽ ബാലകവിതകളെക്കാൾ കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് കഥകളാണ്. കുട്ടികൾക്ക് വേണ്ടി ധാരാളമായ കഥകൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടവും സംഭവിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പാട്ടുകാരുടെ പേര് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലരും ചാടി എഴുതിയിട്ട് പറയും ഏറ്റവും നല്ല പാട്ടുകാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ. പക്ഷെ ഏറ്റവും മോശപ്പെട്ട പാട്ടുകാരൻ ആരാണെന്ന് നിങ്ങളൊരു കാരണവശാലും പറയില്ല. അതെനിക്ക് മാത്രമേ അതിന് ഉത്തരം അറിയാവൂ. ലോകത്തെ ഏറ്റവും മോശപ്പെട്ട പാട്ടുകാരൻ്റെ പേര് പി കെ ഗോപനാണ്. ഞാൻ പാടിയാൽ പോലും ഉറക്കം വരുന്ന ഒരു പാട്ടാണ് ഈ നീരാമ്പരി രാഗത്തിലുള്ള ഓമനത്തിങ്കൾ കിടാവ് എന്ന പാട്ട്. അതിൻ്റെ ഒരു പ്രത്യേകത പ്രകൃതിയിലെ മുഴുവൻ വസ്തുക്കളെയും മടിയിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ഇരയമ്മ നമ്പി ആരോപിക്കുകയാണ്. അതാണ് ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ. ഈ തിങ്കളും താമരയും തമ്മിലുള്ള കണക്ഷൻ ഇരയമ്മ നമ്പിയോട് കൊണ്ടുവരികയാണ്. ഞാൻ മണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെയാണ് ചന്ദ്രനെ കുറിച്ച്. ചന്ദ്രനിലേക്ക് ചെന്നാൽ ഈ ഭംഗി കാണത്തില്ല, ദൂരെ നോക്കിയാൽ ചന്ദ്രന് വലിയ ഭംഗിയാണ്. മന്നവേന്ദ്ര തുടങ്ങുന്നു നിമുഖം ചന്ദ്രനെ പോലെ എന്ന് രാജാവിനെ നോക്കി കവികൾക്ക് പാടാൻ കഴിഞ്ഞ അതുകൊണ്ടാണ്. പക്ഷെ ചന്ദ്രന്റെ അടിയിലേക്ക് ചെന്നാൽ സംഗതി കല്ലും മണ്ണും മുള്ളൊക്കെ കിടക്കുന്നത് പോലുള്ള സ്ഥലം മാത്രമാണ് ചന്ദ്രൻ. അപ്പൊ തിങ്കൾ കിടാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ കുഞ്ഞാണ് ഈ മടിയിൽ കിടക്കുന്നത്. നല്ല കോമള താമരപ്പൂവാണോ, പൂവിൽ നിറഞ്ഞ മധുവോ, ഈ പൂവിനകത്ത് നിറഞ്ഞിരിക്കുന്ന തേൻതുള്ളികളാണോ ഈ കുട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും പുത്തൻ പവിഴക്കൊടി, ചെറു തത്തകൾ കൊഞ്ചും മൊഴി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഞ്ചമം പാടുന്ന കുയില്, എല്ലാ പ്രകൃതിയിലെ മനോഹരമായ വസ്തുക്കളെ ആലോചിച്ചുകൊണ്ടാണ് ആ പാട്ടുകൾ. അത് സ്വാതിനാളിനെ പാടി ഉറക്കാൻ വേണ്ടി ഉണ്ടായ പാട്ടാണ്. ആ കാലത്ത് തിരുവിതാംകൂറിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് കേണൽ മൺറോ. അങ്ങനെ മൺറോ തുരുത്തിന് തിരുവിതാംകൂർ രാജകുടുംബമായിട്ടുള്ള ബന്ധം, അതുപോലെ മൺറോ തുരുത്തിന് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗവുമായിട്ടുള്ള പരിചയ ബന്ധം, ഇതെല്ലാം മൺറോ തുരുത്തിൽ സാഹിത്യകാരന്മാരും സാഹിത്യ ആസ്വാദകരും ഉണ്ടാകുന്നതിൻ്റെ അടിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ നന്നായെന്ന് പറയും. രതീശ സാറിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വടി ഉപയോഗിച്ചായിരിക്കും പഠിപ്പിച്ചത്. അന്നത്തെ സ്ഥിതി അതാണ്. യഥാർത്ഥത്തിൽ കുട്ടികളെ തല്ലാൻ പാടില്ല, കുട്ടികളെ പീഡിപ്പിക്കാൻ പാടില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ ആശയം കുട്ടികളെ അടിച്ചേൽപ്പിക്കുക. എത്ര കുട്ടികളുണ്ട് MBBS സ്വന്തം ഇഷ്ടത്തിന് നീറ്റ് എഴുതാൻ പോകുന്നത്? മണ്ഡലത്തിൽ നിങ്ങൾ പരിശോധിച്ചു എത്ര കുട്ടികളുടെ സ്വന്തം ഇഷ്ടത്തിന് നീറ്റ് എഴുതാൻ പോകുന്നത്? അവരുടെ ഇഷ്ടത്തിനായിരിക്കില്ല, രക്ഷകർത്താക്കളുടെ ഇഷ്ടത്തിനായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ട് എഴുത്തുക. ഇവിടെ രതീശൻ സാറ് കുഞ്ഞുങ്ങൾക്ക് ഗുണപാഠ കഥകൾ, സാരോപദേശ കഥകൾ, നന്മയുടെ കഥകൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിരിക്കണം അദ്ദേഹത്തിന് എഴുതിയത്. അത് പുതിയ കാലം ചേർത്ത് നിർത്തിക്കൊണ്ട് കുട്ടികൾക്ക് വായിക്കാൻ മനസ്സിലാവുന്ന തരത്തിലുള്ള ലളിത കോമള സുഭരങ്ങളായ ഭാഷയിൽ ഈ കൃതി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഇവിടെ ജോസാർ ഈ കവിതയെ കുറിച്ച് പറഞ്ഞിപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം. കുഴിയിലിരിക്കും കുഞ്ഞനൊരാന കുഴിയാന, പൂഴിമണലിൽ കുഴി കുത്തിയൊളിക്കും കുഞ്ഞനൊരാന കുഴിയാന. കുഴിയിലിരിക്കും കുഞ്ഞനൊരാന കുഴിയാന,
പൂഴിമണലിൽ കുഴി കുത്തിയൊളിക്കും കുഞ്ഞൊനരാന കുഴിയാന ചേനനുറുമ്പിന് വീട്ടാനായി മണൽ മഴ ചൊരിയും കുഴിയാന ചേനനുറുമ്പിന് വീട്ടാനായി മണൽ മഴ ചൊരിയും കുഴിയാന തുമ്പിക്കൈയിലെങ്കലുമിയാന തുമ്പിത്തുള്ളും പൂത്തുമ്പി കൂടി കുഴിയിലിരിക്കും കുഞ്ഞൊനരാന കുഴിയാന പൂഴിമണലിൽ കുഴി കുത്തിയൊളിക്കും കുഞ്ഞനരാന കുഴിയാന. ഞാൻ ഈ എന്റെ ഗ്രാമം കൊണ്ടുവന്നു കൽപ്പവൃക്ഷത്തിൻ കൽപ്പന പേരുന്ന കല്ലടയാറിന്റെ തീരഭൂമി പച്ച വിരിച്ചു പുളകം ചൊരിയുന്ന സുന്ദരമായൊരു കൊച്ചുഗ്രാമം. ചേലത്ത ചോലകൾ എണ്ണമറ്റങ്ങനെ നാഗം പോലൊഴുകിടും സ്വപ്നത്തുരുത്താണെന്റെ ഗ്രാമം. ദശശതം പക്ഷികൾ ദേശാടനത്തിലായി ഒത്തുചേരുന്നു എന്റെ ദേശം. കല്ലടയാറിന്റെ കൈക്കൊമ്പിളിൽ കിടന്നുല്ലസിച്ചിടുന്ന വേളയിലായി അഷ്ടമുടിതൻ പ്രണയത്തിനോളത്തെ ക്രീഡകളാക്കും മുദ്ദാക്ഷികൾ. ദേശാന്തരിയുടെ ഹൃദയത്തിൽ വിസ്മയ ചിത്രമെഴുതുന്ന കണ്ടൽ വനമാർന്ന ഹരിതഗ്രാമം. കായലും നദിയും സംഗമിച്ചിടും കാൽപ്പനികത സൗന്ദര്യ ദേവതയാകുന്നു എന്റെ ഗ്രാമം. കരിനാഗചുദ്ധനെ ഇതിഹാസമെഴുതുന്ന വള്ളംകളിയുള്ളോരോണനാളം. കായൽ വീതി കടക്കും കരിവീരർ നിരനിരയാകുന്നു ഉത്സവസന്ധ്യകളും. മധുരം പകരുന്ന കഥകളിയുമേനെ ചെപ്പിലായി സൂക്ഷിക്കും എന്റെ ഗ്രാമം. ആഴത്തിലായിടും നിരിവട്ടമേരത്തും സൗന്ദര്യമേകുന്ന പുഞ്ചിരി തൂകുമെൻ മാതൃഗ്രാമം. സാറിനൊരിക്കൽ കൂടി ആശംസകളൊക്കെ അറിയിച്ചു. സാഗരം പോലെ എന്നെ പൊതിഞ്ഞു നീ ഇടവമാസ പെരുമഴ തേടി ഞാൻ പ്രളയമായി കവർന്നെടുത്തിന്നെ നീ മേഘമല്ലിക മോഹിച്ചു നിന്നു ഞാൻ പുതുമഴവില്ലൊരുക്കിയേ തന്നു നീ പ്രളയമഞ്ചാടി മണിയിൽ നിറച്ചു നീ കാത്തുവച്ചുവോ മാനസതാരിലായി. ഒരു വേദി മണ്ഡോത്രത്തിന്റെ സാംസ്കാരിക വേദി സമ്പന്നമാകുന്നു. മണ്ഡോത്രത്തിൽ മുങ്ങിത്താഴുകയല്ല. അത് ഇങ്ങനെ ചിലപ്പോഴെന്ന് പോലെ അവരവരോടായ മൈനാകങ്ങളെ പോലെ ഓരോരുത്തർ ഉയർന്നു നിൽക്കുകയാണ്. അവരെ വളർത്താനും ഒക്കെ സപ്പോർട്ട് കൊടുക്കാനും വേദി ഉണ്ടാകട്ടെ. ഞാനൊക്കെ പറഞ്ഞ പോലെ ദൂരെ ആയിപ്പോയി എങ്കിലും അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അയ്യപ്പ പണിക്കരും പാടിയതുപോലെ ഒരു കവിത ചൊല്ലുമല്ലോ, നിന്നിലെ നിന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞൊരു കവിത പറയുന്ന പോലെ ഞാൻ ഈ ദൂരേക്കായി വന്നപ്പോഴും മണ്ഡോത്രത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെയൊക്കെ കഥയും കവിതയൊക്കെ കാണാൻ സാധുവായിട്ടൊരു നിരന്തരം സമ്പർക്കം ഉണ്ടാകുന്നത്. ഇതുപോലുള്ള വേദികൾ ഇനിയുള്ള എഴുത്തുകാർക്കും പ്രചോദനമാകട്ടെ. ഒരു സമ്പന്നമായ ഒരു സാംസ്കാരിക വേദി നമ്മുടെ ഇവിടെ മണ്ഡോത്രത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ എല്ലാ എഴുത്തുകളും വായിച്ച് അതിനകത്തുള്ള പോരായ്മകൾ പറഞ്ഞു തരികയും എല്ലാം ചെയ്യുകയാണ് സാറിന് എൻ്റെ എല്ലാവിധമായ ആശംസകൾ. അടുത്തതായി ആശംസകൾ എത്തിക്കുന്നത് യുവ കഥാകൃത്ത് ശ്രീ വളരെ സ്നേഹത്തോടുകൂടി അതിനേക്കാളുപരി നമ്മളോട് വളരെ സൗമ്യതയോടും സ്നേഹവാത്സല്യത്തോടും കൂടി ഇടപെടുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ബഹുമാന്യത അർഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ രതീശ സാർ. അദ്ദേഹത്തിന് ഈ പഞ്ചായത്തിൽ സമീപ പഞ്ചായത്തുകളിലുമായിട്ട് ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുണ്ട്. നമ്മുടെ ഈ ചെറിയ പഞ്ചായത്തിലെ
വിവിധങ്ങളായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളിലടക്കം നിറസാന്നിധ്യമായിട്ട് നമ്മുടെ ഈ കൊച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പേര് മുഴങ്ങുന്ന തരത്തിൽ രതീശ സാറിന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിന്, ഈ പുസ്തകത്തിന്റെ പണിപ്പുരയിൽ അദ്ദേഹം അനവധി ദിവസങ്ങൾ, മണിക്കൂറുകൾ ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ഈ നാട്ടിലെ ബഹുമാന്യരായിട്ടുള്ള മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം. നല്ല കവിതകളും സാഹിത്യ രചനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. സമയം അതിക്രമിച്ചിരിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുവാൻ നിൽക്കുന്നില്ല. സദസ്സും ശുഷ്കമാണ്. അതുകൊണ്ട് ശ്രീ സാറിൻ്റെ ഈ കവിത എല്ലാവരും വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നും വൈസ്മൻ റോയൽ മൺറോ ഇവിടെ എല്ലാവിധ ആശംസ. എല്ലാവർക്കും വളരെ ബഹുമാനീയനായ ഗുരുനാഥനും അതുപോലെ തന്നെ എനിക്കും ഗുരുനാഥനാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ചങ്ങാത്തം ഞാൻ ചിലപ്പോൾ ഒരു 10-30 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അവിടെ ഗുരുനാഥനും ശിഷ്യനും എന്നുള്ള രീതിയിലല്ല, ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പേ ഇടപെട്ട് തുടങ്ങിയത്. ഇവിടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ തുടങ്ങിയത് സാറും വൈദ്യുതി അനിതാനന്ദൻ സാറും എല്ലാവരും കൂടെ ചേർന്നിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുട്ടികളുടെ ബാച്ച്. അന്ന് മറ്റൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് കലോത്സവങ്ങൾ എന്നിരിക്കുന്ന ഇപ്പം ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകമാണ്. ഒരു സംഗതികളിലും സാറ് പിന്നോട്ടെന്ന് പറയുന്ന ഒരു സംഭവം സാറിന് ഒരിക്കലും ഇല്ല. കൃഷിയിലായാലും സാഹിത്യത്തിലായാലും പൊതുരംഗത്തായാലും ഏത് പ്രസ്ഥാനങ്ങളിലായാലും. നേരത്തെ എനിക്ക് മുന്നേ പറഞ്ഞയാൾ പറഞ്ഞ സാറ് വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ രതീശൻ സാറാണ്. ഏകദേശം 80 വയസ്സ്. ആ 80 വയസ്സുള്ള ഒരു മനുഷ്യൻ മൺട്രോത്തുരുത്തിലെ ഏത് വിഷയങ്ങളിലാണ് അഭിപ്രായം പറയാതിരുന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തമായ നിലപാടുകൾ എല്ലാ വിഷയങ്ങളിലും വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് രതീശൻ സാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി നാളുകളിൽ ശ്രീനിലയം രതീശൻ സാറിൻ്റെ നാട്ടുകാരനാണ് എന്ന് നമ്മൾ വെളിയിലേക്ക് പറയുന്ന തരത്തിലേക്ക് സാറിൻ്റെ 3ാമത്തെ പുസ്തകമാണ് ഞങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്നത്. കാരണം സാർ ഒരുപാട് വർഷമായിട്ട് ആ ഒരു പുസ്തകത്തിൻ്റെ പിറകിലാണ്. എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ കിഷോര രാമായണം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം കേരള സാഹിത്യത്തിന് മൺട്രോത്തുരുത്തിൽ നിന്ന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുഞ്ഞരിയും ചെറുത്തന്നലും എന്ന പുസ്തകത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇനിയും അനേകം കവിതകൾ എഴുതുവാനും ആരോഗ്യവും മനസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യഥാർത്ഥത്തിൽ എത്രയോ പേര് ഈ മൺട്രോത്തുരുത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ചവര് മറുപ്രദേശങ്ങളിൽ പോയി അവര് ഈ തുരുത്ത് എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കുന്നു. അപ്പോഴേ ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ഓടിയെത്താറുണ്ട്. അത്രേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു വിവാഹമാകട്ടെ, ഒരു മരണമാകട്ടെ, എല്ലാം ഫേസ്ബുക്കിലൂടെയുള്ള ഒരു ബന്ധം സ്ഥാപിക്കാണ് ഞാൻ പോയിട്ടുള്ളത്. എനിക്ക് സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായതിനേക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ മകൾ, എൻ്റെ മൂത്ത മകൾ ശ്രീജയ. അവൾ എനിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് ഇട്ട ഏതാനും വാക്കുകൾ നിങ്ങൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ ആഗ്രഹ സാധ്യത ഈ ദിവസത്തിന്റെ കാരണം ഈ സ്നേഹമാണ്. 80കളിലും യുവകവിയായ എൻ്റെ അച്ഛൻ ഇത് പുതിയ കവിതകൾ എഴുതി ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും. സ്നേഹം തന്നെയാണ് ആ നെയ്ത്തിലെല്ലാം ശീതൽ നോമ്പ് കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ബുക്ക് കൊണ്ട് അച്ഛൻ്റെ കഴിയപ്പോൾ നാട്ടിൽ എഴുതി ചേർത്തു എന്നുള്ളത് വലിയ ആത്മസംതൃപ്തിയാണ്.
കണ്ടു, ഒത്തിരി കണ്ടു. ഇനിയും ഒരുപാട് സ്നേഹം നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നതിന് സ്വാഭാവികമായി ഞാൻ മണ്ഡലത്തിരുത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ദിവസമാണ് ഒരു ആട്ടോയിൽ കൂടി കൊടുത്തത്. എൻ്റെ മകൻ ജ്യോതിരാജ്, എൻ്റെ മക്കൾ, അതുപോലെ എന്റെ സ്നേഹമിത്രം ഷാജി സാർ, അതുപോലെ അതിജീവനം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വന്ന് പരിചയപ്പെട്ടെങ്കിൽ പോലും പ്രശസ്ത കാർത്തികനായ കന്നഡ ജോസ് സാറ്, ശ്രീ ബൈജു പ്രണവ്, അവരുടെയൊക്കെ ഒരു സഹായം അത് എങ്ങനെ ഞാൻ പറഞ്ഞ് നിങ്ങളോട് ഫലിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം മനസ്സർപ്പിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈ സമ്മേളനം ഇന്നിവിടെ നടന്നത്. ഇന്നലെ ഞാൻ ആവശ്യനായി എങ്ങനെയെങ്കിലുമാണ് ഞാൻ ഇന്ന് മണ്ഡലത്തിൽ എത്തിയത്. പക്ഷേ ഞാനിവിടെ വരുമ്പോ ഉണ്ടല്ലേ ഈ മുഴുവൻ കാര്യങ്ങളും അവർ ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. അത് ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം എന്ന് പറയുന്നത് പ്രായമായ മനുഷ്യര് അവരുടെ അവശ കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായി മക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ മക്കൾ എന്നോട് ഹൃദയപൂർവ്വം ചേരുന്നു. അതുപോലെ തന്നെ ഈ സ്നേഹം തിരിച്ചു. ഞാൻ പറഞ്ഞില്ല, ആകെ ഒരു ദിവസമാണ്. ഞാൻ ആരെ വിളിച്ചു? കുറെ ഫോണിൽ മാത്രം വിളിച്ചു. പക്ഷേ ആ ശബ്ദം മാത്രം മതിയായിരുന്നു അവർക്ക്. നിങ്ങൾക്ക് ആ സ്നേഹം ഒന്നായി ഒഴുക്കി. അതുകൊണ്ട് തന്നെയാണ് എന്റെ കുഞ്ഞരുവിയുടെയും ചെറുതലിന്റെയും ഇവിടെ തന്നെ ഒഴുകിയെത്തണം, ഇവിടുന്നത് കേരളമൊട്ടാകെ പരക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇന്നിന്റെ ജീവിതത്തിൽ എനിക്ക് ഈ സ്നേഹമുദ്ര ഈ തുരുത്തിൽ വെച്ച് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞത് അത് വലിയ സന്തോഷം. ഈ കവിയരങ്ങ് നടത്തിയപ്പോൾ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ കവികൾ ഉണ്ടാകുന്നു. അതാണ് രാജു രഞ്ജിത്ത്. കഥ എഴുതുന്നവരുണ്ടാകുന്നു. അതാണ് കന്നഡ സുധാരൻ സാറും ഗൗരി നന്ദയും. ശ്രമിക്കാൻ നല്ല കഥകൾ എഴുതാൻ കഴിയുന്ന ഒരു വ്യക്തിയായി എന്റെ പ്രിയ ശിഷ്യനും ശ്യാംദേവും ഒക്കെ വളർന്നു വരുമെന്നുള്ള വലിയ ഒരു സംതൃപ്തി എനിക്ക് പകർന്നു തന്ന ഒരു വേദിയാണിത്. എനിക്ക് വലിയ ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. മണ്ഡലത്തിലത്തെ സാംസ്കാരിക ദരിദ്രാവസ്ഥയിൽ നിന്ന് ഒരു സാംസ്കാരിക സമ്പന്നതയിലേക്ക് നമ്മൾ നടന്ന് ചുവടുവെച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ടെന്തോ ഒക്കെ ഉണ്ടായി. പിന്നെ ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ ഗോപി ആശാന്റെ ആ തുള്ളലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. അല്ലാതെ നേരത്തെ ഉല്ലാസാറ് പറഞ്ഞ പോലെ അവരെ പിന്തുടരാൻ കഴിയുന്ന ഒരു സാംസ്കാരിക മേഖല മണ്ഡലത്തിൽ വെട്ടിത്തുറന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുണ്ടാകണം. അതൊരു സാംസ്കാരികമായ ചുവടുവെപ്പാണ്. ആ ചുവടുവെപ്പിന്റെ തുടക്കമാണിത്. ആ തുടക്കം എന്നുള്ള നിലയിൽ ഹൃദയത്തിലേക്ക് വാങ്ങി നമുക്കൊരു സാംസ്കാരിക മേഖല ആക്കി, പ്രത്യേകിച്ചും ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിൽ വളർന്നു വരുന്ന മണ്ഡലത്തിരുത്ത് നിത്യ ദുരിതങ്ങളിൽ നിന്ന് നാം കരകയറുന്നു എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് വരണം. ആ ബോധം അകലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടല്ല, ആത്മബന്ധങ്ങൾ കോർത്തിണക്കി വേണം. ആ ആത്മബന്ധങ്ങളുടെ
കവിതയാണ് എന്റെ കുഞ്ഞരുവിയും ചെറുതണ്ടലും. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഹൃദയബന്ധങ്ങളെ പുറത്തിണക്കിയ കവിതയാണ്. ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയുവാനുണ്ട് ഈ വൈകിയ വേളയിൽ. അതിനൊന്നും സമയമില്ല. ഈ വേദിയിൽ എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇനി സുകുമാരൻ ഇപ്പോഴും ക്ഷമയോടുകൂടി ഇവിടെ ഇരിക്കുന്നു. നന്ദിയുണ്ട്. ഇതിന് സ്വാഗതം ആശംസിച്ച ശ്രീമതി അനിറ്റ, ഒരുപാട് ഗൃഹാതിരത്വമുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി വേണ്ട ആ വീട്ടമ്മ എന്നുള്ള നിലയിൽ അവരൊരുപാട് സഹിത്യം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്കിലും എന്നോടുള്ള സ്നേഹം അല്പം കൂടി ഇരുട്ടിയാലും ഇരിക്കും, അതെനിക്കറിയാം. അങ്ങനെ ഓരോ വ്യക്തികളെയും ഞാൻ എടുത്തു പറയുന്നു. അതിനാണ് എനിക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ഡോക്ടർ പി കെ ഗോപൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ്. വരുമെന്ന് ഉറച്ചൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, അത്ര തിരക്കായിരുന്നു മനുഷ്യൻ. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഫോൺ വിളിച്ചു, സാർ ഓർമ്മയുണ്ട്, ഞാൻ വന്നിരിക്കും. എന്റെ മനസ്സെത്ര തണുത്തു. അതുപോലെ തന്നെ അദ്ദേഹം വന്നു. അതിദീർഘമായ ഒരു പ്രഭാഷണം സാഹിത്യ വിദ്യാർത്ഥികൾക്ക് കുറിച്ചു വെച്ച് പഠിക്കുവാൻ കഴിയുന്ന അതിദീർഘമായ, അതായത് ഭാഷയിൽ ഡോക്ടറേറ്റ് എടുത്ത അദ്ദേഹം അതിദീർഘമായ പാണ്ഡിത്യം തന്നെയാണ് ഇവിടെ നമ്മുടെ മുന്നിൽ സമർപ്പിച്ചിട്ട് പോയത്. അത് ഈ സംരംഭത്തിന് മാറ്റുകൂട്ടുന്നു. അതുപോലെ ആശംസയ്ക്ക് ക്ഷണിച്ച എല്ലാ ആളുകളും തന്നെ വന്നു. ചിലർക്ക് അപൂർവമായ അസൗകര്യങ്ങൾ വന്നു കിട്ടു എന്നുള്ളേ ഉള്ളൂ. സുഭാഷ് അദ്ദേഹം വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല. അങ്ങനെ ഓരോരുത്തരും രാവിലെ അവർക്ക് അസൗകര്യമുള്ളവർ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉറപ്പായില്ല. അതുകൊണ്ട് ഓരോ വ്യക്തികളെയും ഞാൻ എടുത്തു പറയുന്നില്ല. അതിനേക്കാൾ എനിക്ക് പ്രധാനം നമ്മുടെ മൺട്രോത്തുരുത്തിൽ ദൃശ്യ ആവിഷ്കാരം മനോഹരമായി നിർവഹിക്കുന്ന സജ്ജത്തിന്റെ ഐലൻഡ് ചാനലാണ്. അതൊരു അപൂർവമായ വളർച്ചയാണ്. സാംസ്കാരിക മേഖലയ്ക്ക് അതൊരു നിറകുടം തന്നെയായി അത് വളർന്നു വരുമെന്ന് എനിക്ക് വ്യക്തമായി ഉറപ്പുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 5 വർഷമായി ഇതെല്ലാം എന്റെ മകൻ ജ്യോതിലാലിന്റെ പരിശ്രമമാണ്. അതിന് അദ്ദേഹത്തിനെ സഹായിച്ച ഘടകങ്ങൾ, അദ്ദേഹത്തിനെ പിന്തുണച്ചിരിക്കുന്ന വലിയൊരു സാമൂഹിക ചുറ്റുപാട് എന്നേക്കാൾ അതീതമായി അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ എല്ലാം വിജയമാണ് ഇന്നിവിടെ കണ്ട ഈ സംരംഭങ്ങൾ. ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ അതീവ സംതൃപ്തനാണ്. അതുപോലെ ഇന്നെന്റെ മകൾ ശ്രീല ഇവിടെ ചൊല്ലിയ ആദ്യത്തെ ഈശ്വര പ്രാർത്ഥന എന്റെ കവിതയാണ്. അതുപോലെ പിന്നെ ശീതൽ മോള് ഇവിടെ ചൊല്ലിയ പച്ചപ്പന തത്ത എന്ന് പറയുന്ന കവിത ഈ പുസ്തകത്തിലെ ആദ്യ കവിതയാണ്. അങ്ങനെ ഓരോ കവിതകളും ഞാൻ ഈണമിട്ട് എന്റെ നാവിലൂടെ ചൊല്ലി അത് എഴുതിയ കവിതകളാണ്. ഓരോരുത്തരുടെയും മനസ്സിലതുണ്ടാകണം. ഒറ്റ ദുഃഖം, ഒരേ ഒരു ദുഃഖം, മണ്ഡലത്തിൽ ഒരാൾ പോലും എന്റെ കവിതയൊന്നും ചൊല്ലി കേട്ടില്ല. അതും ഇന്ന് തീർന്നു. കാരണം രാജു രഞ്ജിത്ത് എന്റെ കവിത ചൊല്ലി. അതുപോലെ എന്റെ പ്രിയ ശിഷ്യൻ അനിൽ എന്റെ കുഴിയാന ചൊല്ലി. അങ്ങനെയുള്ള വേദികൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാകണമെന്ന് വളരെ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഈ കവിതകൾ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ, എന്റെ കുഞ്ഞുമക്കൾ അത് ചൊല്ലി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വളരെയധികം ചിട്ടപ്പെടുത്തി എഴുതിയ കവിതകളാണ്. സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കവിതയെങ്കിലും ഞാൻ ചൊല്ലുമായിരുന്നു. അത് മറ്റൊരു അവസരത്തിൽ അങ്ങനെ അവസരങ്ങൾ ലഭിക്കുമെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നുകളിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ നാളെ ഒരു അവസരത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല.
അതുകൊണ്ട് വളരെയധികം സ്നേഹം. ഇതിൽ വന്ന് ഈ പ്രകാശന കർമ്മം വിജയിപ്പിച്ചിട്ടുള്ള കവിയരങ്ങിലെ ഓരോ വ്യക്തികളെയും ഞാൻ ക്ഷണിച്ചല്ല അവർ വന്നത്. എന്റെ പ്രിയപ്പെട്ട ജോസാറിന്റെ ക്ഷണമാണ്. അദ്ദേഹം ക്ഷണിച്ചാണ് അവരെല്ലാവരും വന്നത്. എത്ര ഒരു സാംസ്കാരിക സദസ്സ് എന്നുള്ള നിലയിൽ വെറും ഒരു കവിയരങ്ങായിരുന്നില്ല. വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു കാര്യം വളരെയധികം വിജയകരമായി ആരെയെല്ലാം വിളിച്ചു അവരെല്ലാവരും വന്ന് പങ്കെടുത്ത് അങ്ങനെ വളരെ സന്തോഷകരമായ ഒരവസരം. അതുപോലെ ഈ കൊച്ചു സൗകര്യം മണ്ഡലത്തിനെ സംബന്ധിച്ച് വളരെ പ്രദമായ ഒരു ചെറിയ സൗകര്യമാണ് ഈ ബാങ്ക് ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. അത് വളരെ പ്രയോജനം ചെയ്തു. വിജയം സഖാവിനോട് പറഞ്ഞപ്പോൾ തന്നെ സർവരിക്കൊള്ളൂ, നോട്ടീസിൽ വെച്ചോളൂ എന്ന് പറയുന്ന ആ സംതൃപ്തി, അതൊക്കെ ഒരു വിധത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ എന്റെ സ്നേഹത്തിന്റെ സന്മനസ്സാണ്. ഹൃദയപൂർവ്വം എന്റെ ഒരു ജീവിതകാലം സ്നേഹിക്കാൻ കഴിഞ്ഞ ഒരു ജീവിതകാലം എന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിടുന്നു. എല്ലാ വിധത്തിലും നിങ്ങൾ എനിക്ക് പകർന്നു തന്ന ഈ മഹത്തായ സംരംഭം, ഈ സമ്മേളനം, ഈ പ്രകാശനത്തിനെ വിജയമാക്കുന്നതിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സഹകരിച്ച ഓരോ വ്യക്തികളെയും ഞാൻ പേരെടുത്ത് തന്നെ പറയുന്നു എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഹൃദയപൂർവ്വം എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. ചക്കിപ്പരന്തിനെ പ്രാഗിപ്പരത്തിയും തുപ്പായി പൂച്ചനെ കൊതി വിരട്ടിയും